ഹായ്, എന്തിന് മീൻ കറി വയ്ക്കാം. അതിനായിട്ട് അയിലക്കണ്ണൻ എന്ന് പേരുള്ളൊരു മീനുണ്ടല്ലോ, അത് കുറച്ച് വലിയ ദൃഢമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കിലോ കണക്കിന് ഞാൻ വാങ്ങിച്ചതാണ്. വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയൊരു സവാള, എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു സവാള, അതിനും കൂടെ പൊടിയായി അരിഞ്ഞത്, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഈ അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയെല്ലാം അതിലോട്ടിട്ട് നല്ലതായിട്ട് വഴറ്റി. പ്രാവശ്യം കറിവേപ്പില ഇല്ലായിരുന്നു. കറിവേപ്പിലുള്ളവർക്ക് കറിവേപ്പില ഇടാം. പിന്നെ നമ്മൾ ഒരു 4-5 അല്ലി പുളി, കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു എരിവ് കൂടുതലുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. ഞാൻ അയില മീൻ കറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു മീനായതുകൊണ്ട് അതിൻ്റെ കൂടെ എല്ലാ മുളക് കറിയും ഇത് തന്നെയാണ്. നീർമീൻ, അതായത് കാരി, കരട്ടി, അങ്ങനെ വരാല, അങ്ങനെയൊക്കെയുള്ള മീനുകൾക്ക് കുറച്ച് കുരുമുളകും കൂടെ ഒക്കെ ചേർത്തായിരിക്കും. ഇതിനൊന്നും കുരുമുളക് ചേർക്കണ്ട. എല്ലാ മുളക് ഇട്ട മീൻ കറിക്കും ഇതേ റെസിപ്പി തന്നെയാണ്. അതായത് നല്ലതായിട്ടൊന്ന് വഴണ്ട് ഒരളവ് ഫ്രൈ ആകുമ്പോൾ ഒത്തിരി ആകണ്ട, ആ ഒരു പരുവത്തിന് തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് മല്ലിപ്പൊടി ആവശ്യത്തിന്, എൻ്റെ ഒരു അളവുണ്ട്, ആ അളവിനാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടി ഇട്ടതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ചേർക്കും. അപ്പോഴാണ് ഗ്രേവിക്ക് ഒരു തിക്നെസ്സൊക്കെ ഉണ്ടാകുന്നത്. ഇത് നല്ലതായിട്ട് പച്ച കിടന്നവരെ നല്ലതായിട്ട് ഇളക്കണം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി ചേർക്കണം. ഉലുവപ്പൊടിയൊക്കെ മസ്റ്റാണ്, അതാണ് കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഉലുവപ്പൊടി ചേർക്കണം, ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇത് ഇത്രയിട്ട് ഉപ്പൊക്കെ പിടിക്കുന്നവരെ നല്ലതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ കുടംപുളി നമ്മൾ ഒരു വെള്ളത്തിൽ കഴുകി ഞുള്ളിക്കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ടൊന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അതൊന്ന് കുറുകനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് വെള്ളം ചേർക്കേണ്ടത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ളതാണ്. ഈ വെള്ളവും പുളിയും കൂടെ ഇളക്കി നല്ലതായിട്ടൊന്ന് കുറുകനെ ഇളക്കി വരുമ്പോൾ നമ്മുടെ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് വരും. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർക്കാവുള്ളൂ. അല്ലാതെ അരപ്പിൻ്റെ ആ ഒരു ഒഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറേ വെള്ളം കൊരി ഒഴിച്ച് അങ്ങനെ ആകരുത്. ഇങ്ങനെ വെച്ചാൽ പുളി, ഇപ്പോൾ ഈ നമ്മുടെ മുളക് മിശ്രിതത്തിനകത്തോട്ട് പുളിയെല്ലാം നല്ലതായിട്ട് ആഡായിട്ടുണ്ട്. അത് കഴിയുമ്പോഴാണ് ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മീനൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചൊരു 1 സ്പൂൺ ഉപ്പ് കൂടെ നമ്മൾ ചേർക്കും കേട്ടോ. എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മീനിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട്, ഇപ്പോൾ കണ്ടിച്ച് വെച്ചിരിക്കുന്നത് ഒരു 10 മിനിറ്റ് ആയെന്നുണ്ടെങ്കിൽ നമ്മൾ ശകലം നല്ല വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കഴുകിയേ എപ്പോഴും മീൻ എടുക്കാവുള്ളൂ. അല്ലേ അതിൽ നിന്ന് ഊറി വരുന്ന അഴുക്ക് വെള്ളം ഒരു ഉളുമ്പ് ചൊവയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ മീൻ ഇതിനകത്തോട്ട്